ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതുണ്ട്, ഇതൊരു വലിയ മലയാണ്. ഇത് ആ മെയിൻ റോഡ്, അത് മെയിൻ റോഡിൽ നമ്മൾ മലയിലോട്ട് കയറണം. ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഒരു കുന്ന് മേളിൽ പോവാം. അപ്പൊ ഇതേപോലെ തന്നെ റോഡ് മേളിലുണ്ട്. നമുക്ക് അവിടെ വരെ പോവാം. അവിടെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ ഈ വഴി കൂടെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോകാം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ. ഒത്തിരി ഉണ്ട് കേട്ടോ, അങ്ങനെ കയറി പോകണം. അപ്പൊ നമുക്ക് കയറാം, നമുക്കപ്പോ കയറാം. ഒറ്റയടിക്ക് നിന്ന് കയറണം, മണ്ടയ്ക്ക് കയറണം. മരത്തിന്റെ മണ്ടയോ? മരത്തിന്റെ മണ്ടയില്ല, അതിന്റെ മണ്ടയ്ക്ക് ഒരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ്. അവിടെ മാനുകളും മയിലുകളും മയിലൊന്നും മാനിനെ ഇങ്ങനെ അവര് അത് നമുക്കൊന്ന് കാണാം. മരയൂന്തുകളും ഒക്കെയുള്ളത് അതിമനോഹരമായ ഗ്രാമം. നമ്മൾ എത്ര തട്ട് കയറുന്നില്ല, 1, 2, 3, 4ാമത്തെ തട്ടിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോ നമുക്ക് ഇവിടെ നോക്കിയാൽ അപ്പൊ മെയിൻ റോഡിൽ നിന്ന് വണ്ടികൾ പോകുന്ന കാണാം കണ്ട. അപ്പൊ അവിടെ നമ്മൾ ഇങ്ങ് വരെ കയറി വന്നിരിക്കാണ്. ഇനി നമുക്ക് മേളോട്ട് പോവാം. ഇനി ഒരു 3-4 തട്ട് കാണും, അപ്പോഴേ മെയിൻ റോഡത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകും. അപ്പൊ തട്ട് കയറിക്കാൻ വന്നപ്പോ നമ്മൾ അണച്ച് നമ്മൾ ഇവിടെ വിശ്രമിക്കാനുള്ള അവരിങ്ങനെ തടി കൊണ്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കയറി പോവാം. ശരീരം അനക്കാത്തവർക്ക് മാത്രമായിട്ടിരിക്കാൻ സാധനം. അപ്പൊ നമ്മള് ഏകദേശം ഒരു ചെറിയ കാട്ടിനകത്തോട്ട് കയറിയേ. കാട് എന്റെ പുറകിലെല്ലാം കാടാണ്, നിറച്ച് മരങ്ങളാണ്. അപ്പൊ കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടൊന്നും അല്ല, ചെറിയ വനം. അപ്പൊ അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ മരം ഒടിഞ്ഞു വീണിട്ട് അങ്ങോട്ടേക്ക് കിടക്കുവാണ്. അങ്ങ് വരണ്ട്, നല്ല ഉണങ്ങിയ മരം. ഒടിഞ്ഞു പോയി നോക്കട്ടെ. താഴോട്ട് വീണ കൊക്കെ അങ്ങ് റോഡിൽ ചെല്ലും, മെയിൻ റോഡിൽ ഏതായാലും വണ്ടിയുടെ അടിയിൽ. ഒന്ന് പോയി നോക്കട്ടെ. എനിക്ക് പോകാനുള്ള ധൈര്യമൊന്നും ഇല്ല. തന്നെ ഇങ്ങനെ എളുപ്പം കാണിക്കുക. ആ തടിയില്ലേ, ആ തടി ഞാൻ നടന്നിങ്ങി വന്നു. അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ആ തടി കയറിയില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാ. ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളാ കുഞ്ഞു കയറി ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഒരു ചെറിയ റോഡുണ്ടേ, അവിടെ ഒരു ചെറിയ റോഡുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് മേളോട്ട് പോകാൻ വഴിയുണ്ട്. ഒരു വലിയൊരു കെട്ടിടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കയറിപ്പതിനാണ് ചെപ്പ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കുറേ പിള്ളേർ കയറി ഏകദേശം മുകളിലെത്തിയിട്ടും ആ മെയിൻ റോഡ് കാണുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല, ചുറ്റും കാട്. മറ്റേ ഇന്ത്യ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയ കെട്ടിടം മാത്രം അവിടെ. കാട്ടിൽ വിജനമായ വീതിയിലൂടെ ഞങ്ങൾ നടക്കുകയാണ് മെയിൻ റോഡ് തേടി. ക്ഷീണിച്ചു. അപ്പം നമ്മളിത് ഒരു കോൾഡ് കോഫി മേടിച്ചായിരുന്നു, അത് കുടിയുവാണ്. കാട്ടിലെ കോഫി ഇത് തണുപ്പില്ലാത്തോണ്ട് കൊള്ളൂല. അപ്പൊ നമ്മൾ ഏകദേശം മെയിൻ റോഡ് എത്തി. ഏകദേശം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി നോക്കിയില്ല മെയിൻ റോഡാണോ. മെയിൻ റോഡായിരിക്കും. അപ്പൊ നോക്കുമ്പോ ഒരു കുഞ്ഞു റോഡുണ്ടേ, ഒരു ചെറിയ ഫർമാൻ ഹോട്ടൽ എന്നുള്ള ബോർഡ് കണ്ടോ? ഫർമാൻ ഹോട്ടൽ എന്നുള്ള ബോർഡ് അതൊന്നും കാണത്തില്ല. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. നിറച്ചുണ്ടല്ലോ ഈ കാട് ഫുള്ള്. ഇത് മുന്തിരിയാ ഇത്. ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ, ആയി വരുന്നതേ ഉള്ളൂ. ഇത് പൊടിച്ചതേ ഉള്ളൂ കണ്ടോ, ആയി വരുന്നതേ ഉള്ളൂ, പൊടിച്ചതേ ഉള്ളൂ. പിന്നെ ഉള്ള ഫ്രൂട്ട് കണ്ടിതാണ് പറഞ്ഞു. ആയി വരുന്നതേ ഉള്ളൂ. ചെറുതൊരു കാശിനും കൊള്ളൂല്ല തിന്നാനെ കണ്ടോ. അപ്പൊ
ഈ കാട് നിറച്ച് ഫ്രൂട്ട്സ് ആണ്, ആപ്പിളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം അതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളതൊന്നും കാണാനേ. അപ്പം നമ്മൾ മെയിൻ റോഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതൊരു മെയിൻ റോഡാണ്, പക്ഷെ അത്യാവശ്യ യാത്രകൾ മാത്രമേ ആക്കാൻ നടത്തുള്ളൂ. കാരണം അത്രയും താഴെ നിന്ന് കയറി ഒരു 8-10 തട്ടെങ്കിലും കയറിയാണ് നമ്മളിവിടെ വരെ വന്നത്. അപ്പം ഇവിടെ വലിയ കാണാനോ പ്രത്യേകമൊന്നുമില്ല, ഇത് കുന്നുകളാണ്. പക്ഷെ അങ്ങോട്ടൊക്കെ ഭയങ്കര മലയാണ്, ഇവിടെ നിന്ന് വീടുകളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ല മനോഹരമായിട്ട് ആ നദി കാണും. താഴെ കണ്ട ആ നദിയില്ലേ, ആ അടിപൊളിയായിട്ട് കാണാം. കാഞ്ചന അപ്പൊ നമ്മൾ ഈ മെയിൻ റോഡിന്റെ ആയാലും തട്ടിന്റെ ആയാലും ഇനി അറ്റത്ത് വന്നേക്കാണ്. ഇനി അറ്റത്ത് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ നദി കണ്ടോ, അത്രയും ഭാഗത്താണ്. ഇനി അങ്ങോട്ട് നമുക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ നിന്നില്ല. വിജനമായ സ്ഥലമാണ്. നോക്കി ഇവിടെ ഒറ്റ മനസ്സിലില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണിയെത്തത്തില്ല, പല വഴി അറിയാം അങ്ങോട്ട് താഴെ ഇറങ്ങാനാണ്. അപ്പൊ നമുക്കിനി ഇവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിന്റെ മുകളിലോട്ട് പോകും. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടെന്ന് ഈ കാട്ടിൽ. അതുകൊണ്ട് ഞങ്ങള് ചെറി പറിച്ചു. ചെറി ഇവിടെ കയറി വന്നപ്പോഴുണ്ട് ഇത് നല്ല കറുത്ത കളറായിട്ട് കിടക്കുന്നത്. അപ്പം പറിച്ച് തിന്നേക്കാന്ന് വിചാരിച്ചു. നല്ല ഫ്രഷ് സാധനമാണ്, ഒരു കുഴപ്പമില്ല. അതിൻ്റെ മരമാണിത്. എന്താ ഇഷ്ടംപോലെ നിറച്ച് കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിന്നോണ്ടിരിക്കാൻ സമയമില്ല, നമ്മുടെ കവറൊന്നുമില്ല, ബാഗുള്ളൂ, ബാഗിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ 2 ചില്ല് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നടന്നു പോകുമ്പോൾ കഴിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, മറക്കല്ലാരും. ഇതന്നെ മതിയോ? നല്ല മധുരമുണ്ട്, നല്ല ചോരക്കുള്ളത്. അപ്പൊ ഗൈസ് നമ്മള് ഇതെല്ലാം കയറി മെയിൻ റോഡ് എല്ലാം കയറി നമ്മൾ കണ്ട് ഈ കുന്നിന്റെ മുകളിൽ വന്നേക്കാം. അവള് സാധാരണ മൊട്ടക്കുന്നെന്നാണ് പറയുന്നത്, പക്ഷെ ഇത് ഇത്രയും വന്ന് നഷ്ടമായില്ല. കാരണം ഇവിടെ നോക്കിയാൽ ഈ പേസ്റ്റിന് ഫുള്ള് കാണാം. എന്തൊരു അടിപൊളി എന്നൊക്കെ കയറി ഇത് എന്തോ ഒരു നട്ട് വെച്ചേക്കുവാണേ. ഇത് കൃഷിയുടെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് കാണും. പൂവാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി, നല്ല രസമുണ്ട് വ്യൂ കാണാനും. അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. നമ്മളിവിടെ ഒന്ന് കാണട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ കാണാനായിട്ട്, വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാൻ. നല്ല ഭംഗിയാണ് ഇവിടെ നോക്കിയാൽ. അതിന് ഞങ്ങൾ 2 റീൽസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചറിയാലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. മലയും കുന്നും കയറിയെല്ലാം മടുത്ത് വയ്യ. റീൽസ് ഒക്കെ എടുത്ത് തള്ളി. ഇനി വയ്യ. ഈ ഡ്രസ്സിൽ തന്നെ ഒരു 5-6 റീൽസ് കാണും. ഇനി വയ്യ, അണച്ചണച്ച് വയ്യ. തിന്ന് കയറി പോട്ട്. ഇനി ഒത്തിരി ഉണ്ട് ദൂരം, ഇനി ഒത്തിരി ഉണ്ട്. ഇത് ചെന്നിട്ട് ഒരു വരുവായിട്ട് കണക്കേണ്ടി വരും. നാളെ ഹാഫ് ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല.